ചരിത്രം വീരന്മാരെ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ചിലരുണ്ട്, അവർ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. ഇസ്രായേലിന്റെ മണ്ണിൽ ഒരു സാധാരണ ആട്ടിടയനായി ജനിച്ച് സാമ്രാജ്യങ്ങളുടെ അധിപതിയായി മാറിയ ഒരു മനുഷ്യൻ, തോൽവി അറിയാത്ത യോദ്ധാവ്, കവി, പ്രവാചകൻ, ഒടുവിൽ ജൂത, ക്രൈസ്തവ, ഇസ്ലാം ചരിത്രങ്ങളിൽ ഒരുപോലെ ആദരിക്കപ്പെടുന്ന മഹാരാജാവ്. കിന്നരം കയ്യിലേന്തുമ്പോൾ ഒരു മികച്ച കലാകാരനും വാളേന്തുമ്പോൾ ഒരു മികച്ച പോരാളിയുമായിരുന്ന ദാവീദ് രാജാവിൻ്റെ കഥയാണത്. ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ചരിത്രം 2 ഭാഗങ്ങളായി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ദയവായി അത് കാണുക. ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ അനേക യാത്രകൾക്കൊടുവിൽ മോശയുടെ മരണശേഷം BC 1400 കനാൻ ദേശത്ത് പ്രവേശിക്കുന്നു. തുടർന്ന് അനേക വർഷങ്ങൾ ഇസ്രായേലിനെ നയിച്ചത് ന്യായാധിപന്മാരായിരുന്നു. ഗിദയോൻ, ശിംശോൻ, ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലഘട്ടം. ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷം രാജവാഴ്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽ കളമൊരുങ്ങിയപ്പോൾ ആദ്യ രാജാവ് ശൗൽ ചിതറിക്കിടന്നിരുന്ന 12 ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ചത് ശൗൽ രാജാവാണ്. അങ്ങനെയാണ് അതൊരു രാജ്യമാകുന്നത്. ആ മണ്ണിലെ യഹൂദ്യ എന്ന സ്ഥലത്തെ ബേത്ലഹേം എന്ന ചെറിയ ഗ്രാമം, അതെ, കാലങ്ങൾക്കിപ്പുറം മനുഷ്യപുത്രന് യേശുക്രിസ്തുവിനും ജന്മം നൽകിയ ഭൂമി. അവിടെ ഒട്ടേറെ കൃഷിയിടങ്ങളും ആടുമാടുകളും ഒക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന ഇശ്ശായിയുടെ 10 മക്കളിൽ 8ാമനായി ദാവീദ് ജനിച്ചു. ഇളയവനായതുകൊണ്ട് തന്നെ അത്ര വലിയ പരിഗണനയൊന്നും ദാവീദിന് ലഭിച്ചിരുന്നില്ല. ജ്യേഷ്ഠന്മാരെല്ലാം ശൗലിന്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ദാവീദിനാകട്ടെ കാട്ടുമൃഗങ്ങളിൽ നിന്നും തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുക, കൃഷിയിടങ്ങളിൽ വേല ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോന്നു. വളരെ ശാന്തനെങ്കിലും സിംഹത്തിന്റെ കരുത്തുള്ളവനായിരുന്നു ദാവീദ്. അങ്ങനെ ഇരിക്കെ പ്രവാചകനായ ശമൂവേൽ ഒരു പുതിയ രാജാവിനെ അന്വേഷിച്ച് ഇറങ്ങുന്നു. കാരണം ഇപ്പോഴത്തെ രാജാവ് ശൗൽ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്രേ. അദ്ദേഹം ഇസ്രായേലിലെ ആദ്യ രാജാവാണ്. ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിനെ ഉയർത്തിയതും ശൗലാണ്. നിരന്തരം ഇസ്രായേലിന് ഭീഷണിയായി നിന്നിരുന്ന ഫിലിസ്തീർ, അമ്മോന്യർ, അമാലേക്കർ എന്നീ ശക്തന്മാരെയൊക്കെ അടിച്ചൊതുക്കിയത് ശൗലാണ്. ആഡംബര ജീവിതമോ വലിയ നികുതി പിരിവോ ഒന്നും ചെയ്യാതെ വളരെ ലളിതമായി ഒരു സാധാരണ കോട്ടയിൽ ജീവിച്ചു വന്നിരുന്ന ശൗൽ രാജാവിൻ്റെ ആ കൊടിയ പാപം എന്തായിരുന്നു? ഒരിക്കൽ കൊട്ടാരത്തിൽ ഒരു യാഗം ക്രമീകരിച്ചു. അന്ന് പ്രവാചകൻ ശമൂവേൽ എത്തുവാൻ താമസിച്ചപ്പോൾ രാജാവ് തന്നെ ബലിയർപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ അമാലേക്കരെ പൂർണ്ണമായും നശിപ്പിക്കണം എന്ന ഒരു ദൈവകൽപ്പന ഉണ്ടായിരുന്നു. അതും ശൗൽ പാലിച്ചില്ല. അത് കാരണം ശൗലിന് ദൈവപ്രീതി നഷ്ടമാവുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാ മതങ്ങളിലും പുരോഹിതന്മാർ നിയമിക്കുന്നതാണ് ദൈവകൽപ്പനകൾ. എത്ര നീതിമാനായാലും പ്രവാചകനും പുരോഹിതനും അനിഷ്ടം തോന്നിയാൽ തീർന്നു, ദൈവം അവരെ കൈവിടും. അന്നും ഇന്നും പുരോഹിത വർഗത്തിൻ്റെ ശക്തി അതാണ്. എന്തായാലും നമ്മുടെ കഥയിൽ ഇസ്രായേലിന് ഒരു പുതിയ രാജാവിനെ തേടി ശമൂവേൽ പ്രവാചകൻ ചെല്ലുന്നത് ഇശ്ശായിയുടെ ഭവനത്തിലേക്കാണ്. ഇശ്ശായി തൻ്റെ ആൺമക്കളെ ഒക്കെയും നിരത്തി നിർത്തി, ദാവീദ് ഒഴികെ. ദാവീദ് അപ്പോഴും വയലേലകളിൽ ജോലിയിൽ വ്യാപൃതനാണ്. അവിടെ കണ്ട ആരെയും പ്രവാചകന് ബോധിച്ചില്ല. നിനക്ക് വേറെയും മക്കളില്ലേ? അദ്ദേഹം ഇശ്ശായിയോട് ചോദിച്ചു. രാജാവാകാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് കരുതിയ ദാവീദ് വയലിലാണെന്ന് ശമൂവേൽ പ്രവാചകനെ ഇശ്ശായി അറിയിക്കുന്നു. അദ്ദേഹം വയലിൽ നിന്നും ദാവീദിനെ വിളിച്ചു വരുത്തി രഹസ്യമായി ദാവീദിനെ കണ്ടു. പ്രവാചകന് ദാവീദിനെ നന്നായി ബോധിച്ചു. അതീവ രഹസ്യമായി ദാവീദിന്റെ തലയിൽ തൈലമൊഴിച്ച് രാജാവായി അവനെ പ്രവാചകൻ അഭിഷേകം ചെയ്തു.
ശമൂവേൽ പ്രവാചകനും ദാവീദിനും മാത്രം അറിയാവുന്ന ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ അടുത്ത രാജാവ്. അങ്ങനെ ഒരു ദിവസം ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഫെലിസ്ത്യരുടെ യുദ്ധകാഹളം മുഴങ്ങുന്നു. മുമ്പുള്ളതുപോലെയല്ല, ഇപ്പോൾ ഫെലിസ്ത്യരെ നയിക്കുന്നത് ഗോലിയാത്ത് എന്ന ഒരു ഭീകര രാക്ഷസ രൂപമായിരുന്നു. അസാമാന്യ കരുത്തുണ്ടായിരുന്ന ഗോലിയാത്ത് മുമ്പോട്ട് വന്ന ഇസ്രായേൽ സൈനികരെ എല്ലാം കൊന്നുതള്ളി. 40 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലും ഗോലിയാത്തും സൈന്യവും ഇസ്രായേലിന്റെ മണ്ണ് ശവപ്പറമ്പാക്കി വെല്ലുവിളിയും മുഴക്കിക്കൊണ്ട് നിൽക്കുന്നു. ശൗൽ രാജാവും സൈന്യവും ഇസ്രായേൽ മക്കളുമെല്ലാം കിടുങ്ങി വിറച്ചു നിൽക്കുന്ന സമയം. അന്ന് ദാവീദിനെ ജ്യേഷ്ഠന്മാർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി പാളയത്തിലേക്ക് അയച്ചതാണ്. കൊലച്ചിരിയുമായി വെല്ലുവിളികളോടെ ആകാശം മുട്ട നിൽക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് ദൂരെ നിന്നേ കണ്ടു. രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കിയ ദാവീദ് ഒട്ടും പതറാതെ അയാളെ എതിരിടാൻ താൻ തയ്യാറാണ് എന്ന് ശൗൽ രാജാവിനെ അറിയിക്കുന്നു. കേട്ട എല്ലാവരും പരിഹസിച്ച് ചിരിച്ചു. എങ്കിലും അവൻ്റെ ആത്മവിശ്വാസം കണ്ട് ശൗൽ രാജാവ് അവന് യുദ്ധ കവചമൊക്കെ നൽകി. പക്ഷെ അതിൻ്റെ ഭാരമൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ലായിരുന്നു. രാജാവ് കൊടുത്ത കവചമൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് അവൻ ശാന്തനായി നടന്നു ചെന്ന് അടുത്ത് കണ്ട അരുവിയിൽ നിന്നും നല്ല മിനുസമുള്ള കുറെ കല്ലുകൾ എടുത്തു. എപ്പോഴും താൻ കൈവശം വെക്കാറുണ്ടായിരുന്ന കവണയും ചുഴറ്റി ദാവീദ് ഗോലിയാത്തിനെതിരെ നടന്നെടുത്തു. ഗോലിയാത്താകട്ടെ ആ വരുന്ന പയ്യന്റെ കയ്യിൽ ആയുധമൊന്നും കണ്ടില്ല. ഒരു പിഞ്ചുബാലൻ ധീരതയോടെ നടന്നെടുക്കുന്നത് ഗോലിയാത്ത് കണ്ടു. ഒരായുധവുമില്ലാതെ വരുന്ന അവനെ കണ്ട് ഗോലിയാത്ത് പുച്ഛിച്ച് ചിരിക്കുകയാണ്. നിനക്ക് മരിക്കാൻ ഇത്രയ്ക്ക് തിടുക്കുമോ എന്നൊക്കെ അയാൾ ഉറക്കെ വിളിച്ചു പരിഹസിച്ചു. അല്പം ദൂരെയായിരുന്ന ദാവീദെ ഗോലിയാത്ത് കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ വാളും കുന്തവുമായി വരുന്നു, ഞാനോ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു. ആ വാക്കുകൾ ഗോലിയാത്തിന്റെ കാതുകളിൽ മുഴങ്ങിയതിന് തൊട്ടു പിൻപേ ദാവീദിന്റെ കവണയിലെ കല്ല് ഒരു മിന്നൽ പിണർ പോലെ ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ തന്നെ വന്ന് പതിക്കുകയാണ്. ഒരു വൻമരം കടപുഴകി വീഴുന്നത് പോലെ വലിയ അലർച്ചയോടെ ഗോലിയാത്ത് നിലത്ത് വീണു. എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ദാവീദ് ശാന്തനായി നടന്നു ചെന്ന് ഗോലിയാത്തിന്റെ തന്നെ വാളെടുത്ത് അവന്റെ ശിരസ്സറുത്ത് ശൗൽ രാജാവിന് സമർപ്പിച്ചു. ഗോലിയാത്ത് അവസാനിച്ചതോടെ ഇസ്രായേൽ സൈന്യത്തിനും ആവേശമായി. തുടർന്നവർ ആയുധങ്ങളുമായി ഫെലിസ്ത്യരുടെ നേരെ ചാടി വീണു. അവരെ ആ മണ്ണിൽ നിന്നും തുരത്തി. തെരുവുകളിൽ ജനങ്ങളുടെ ആർപ്പുവിളികൾ. ശൗൽ കൊന്നത് 1000, ദാവീദോ 10,000. നമുക്കെല്ലാം അറിയാവുന്ന ഈ ഇതിഹാസ കഥയ്ക്ക് ശേഷം ദാവീദ് ജനങ്ങളുടെ ഹീറോ ആയി മാറുകയാണ്.